നമസ്തേ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലുമില്ലാത്ത കെട്ടിടത്തിൽ പ്രവർത്തിച്ച അങ്കണവാടി, തലമുകളിൽ ഏത് നിമിഷവും വീഴാവുന്ന തെങ്ങുകൾ, തൊട്ടടുത്ത് സുരക്ഷാ വേലികളില്ലാത്ത ആഴമുള്ള കുളം, മഴക്കാലത്ത് അപകടം പതിയിരിക്കുന്ന ഇടുങ്ങിയ സ്ലാബ്, ഇതെല്ലാം ഒരു സിനിമാ രംഗമല്ല. തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് പഞ്ചായത്തിലെ കലൂർ അങ്കണവാടിയുടെ യഥാർത്ഥ അവസ്ഥയാണ്. തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് കലൂർ 12-ാം വാർഡിലെ 74-ാം നമ്പർ അങ്കണവാടിയാണ് ഗുരുതര സുരക്ഷാ വീഴ്ചകളുടെ പേരിൽ ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും ഈ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കെട്ടിടത്തിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം. വിവരാവകാശ രേഖകൾ പ്രകാരം കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ പദ്ധതികളിലായി ഏകദേശം 7.52 ലക്ഷം രൂപ ഈ കെട്ടിടത്തിന്റെ നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയും തുക ചെലവഴിച്ചിട്ടും കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ അതീവ ശോചനീയമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അങ്കണവാടിക്ക് സമീപമുള്ള പറമ്പിലെ ഉയരമുള്ള തെങ്ങുകളാണ് പ്രധാന ഭീഷണി. കെട്ടിടത്തോട് ചേർന്ന് ഷീറ്റ് മേഞ്ഞ ഭാഗത്തേക്ക് നാളികേരങ്ങൾ വീഴുന്നത് പതിവായതോടെ ഷീറ്റുകൾ തകർന്ന നിലയിലാണ്. പരാതിയെ തുടർന്ന് ഒരു തെങ്ങ് മുറിച്ചു മാറ്റിയെങ്കിലും രണ്ടാമത്തെ തെങ്ങ് മുറിക്കാൻ ഭൂവുടമ സമ്മതിച്ചിട്ടില്ലെന്നാണ് വിവരം. ബലക്ഷയം സംഭവിച്ചിരിക്കുന്ന ഈ തെങ്ങ് കെട്ടിയുറപ്പിക്കാനും കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. വെറും 2 സെന്റ് സ്ഥലത്താണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. ഇവിടെ 13 കുട്ടികളും ഒരു വർക്കറും ഒരു ഹെൽപ്പറും ഉൾപ്പെടെ ആകെ 15 പേരാണ് ദിവസേന എത്തുന്നത്. എന്നാൽ അങ്കണവാടിയുടെ ചുറ്റുപാടും സുരക്ഷിതമല്ല. വിജനമായ പ്രദേശം, കാടുപിടിച്ച പരിസരം, അതിനു സമീപം സുരക്ഷാ വേലിയോ പാർശ്വഭിത്തികളോ ഇല്ലാത്ത ആഴമേറിയ കുളം, റോഡിൽ നിന്ന് അങ്കണവാടിയിലേക്ക് എത്താൻ ഒരു കാനയ്ക്ക് മുകളിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ഇടുങ്ങിയ സ്ലാബ് കടന്നു പോകണം. മഴക്കാലത്ത് വെള്ളം ശക്തമായി ഒഴുകുന്നതിനാൽ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് ആശങ്ക. ഇതിനിടെയാണ് വികസനത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചെന്ന രേഖകളും പുറത്തു വന്നിരിക്കുന്നത്. 2013 മുതൽ 2022 വരെ ചുറ്റുമതിൽ നിർമ്മാണം, കെട്ടിട പുനരുദ്ധാരണം, അറ്റകുറ്റപ്പണികൾ, ശിശു സൗഹൃദ ശൗചാലയ നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾക്കായി 7.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചതായി രേഖകളുണ്ട്. എന്നാൽ യാതൊരു സമഗ്രമായ പദ്ധതിയും ഇല്ലാതെയാണ് ഈ പണം ചെലവഴിച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചെലവിൽ ക്രമക്കേടുണ്ടായെന്നും അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. അങ്കണവാടിയുടെ മുൻവശവും പിന്നാമ്പുറവും വശങ്ങളും ഷീറ്റ് മേഞ്ഞടച്ചതോടെ കെട്ടിടത്തിന് ചുറ്റും 1 ഇഞ്ച് പോലും തുറസായ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇത്തരത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്ത ഷീറ്റ് മേഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ അപകട ഭീഷണിയായി മാറിയിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് കഴിഞ്ഞ 2 ദിവസമായി അങ്കണവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നത്തെ വാർഡ് മെമ്പറുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ മോർണിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ അങ്കണവാടിയുടെ പ്രവർത്തനം ഉടൻ സമീപത്തെ ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനമായതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഇടം തന്നെ അപകട ഭീഷണിയുടെ കേന്ദ്രമായി മാറുമ്പോൾ വികസനത്തിന്റെ പേരിൽ ചെലവഴിച്ച ലക്ഷങ്ങൾ എവിടേക്ക് പോയെന്ന ചോദ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സമഗ്ര അന്വേഷണം നടത്തുമോ? ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടാകുമോ? അതാണ് ഇനി കണ്ടറിയേണ്ടത്.